എന്നിട്ട് എത്ര ലാഘവത്തോടുകൂടിയാണ് അമ്മ പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ പരാതിയുള്ള ഒരു കോടതി പോയിക്കോളാം. ഒരു സംവിധാനത്തെ കുളമാക്കിയിട്ട്, അതാണല്ലോ കഴിഞ്ഞ 13 വർഷമായി നിലവിൽ പോകുന്ന 14 വർഷമായി പോകുന്ന ഒരു സംവിധാനത്തെ കുളമാക്കിയിട്ട് അവിടെ ഈ ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളെ മാനസികമായി തകർക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ട് പറയുന്ന ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കോളാം. ഞാൻ ചോദിക്കട്ടെ, കേരള സിലബസിൽ നിന്നുള്ളവർ കമ്പീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്, CBSEയോടൊപ്പം അവരെത്താത്ത എന്തുകൊണ്ടാണെന്നല്ലേ ഒരു ഗവൺമെൻറ് പരിശോധിക്കേണ്ടത്? എന്നിട്ട് ആ കേരള സിലബസ് CBSEയോടൊപ്പം മത്സരാധിഷ്ഠിതമാകുന്ന നിലയിലേക്കുള്ള മാറ്റമല്ലേ വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടത്? അതിനല്ലേ ഒരു ഗവൺമെൻറ്റും മന്ത്രിമാരും ഉള്ളത്? അത് ചെയ്യാതെ ഈ നിലയിലേക്ക് കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പല കോളേജിലും അഡ്മിഷൻ പൂർത്തീകരിച്ചല്ലേ കേരളത്തിന് പുറത്തുള്ള. എന്ത് ചെയ്യും ആ കുഞ്ഞുങ്ങൾ? അതുകൊണ്ട് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് നിന്നവർക്ക് ഇനി അവിടെ പോയി അപേക്ഷിക്കാൻ നോക്കൂ. നാഷണൽ എൻട്രൻസ് എക്സാമിൽ JEE അടക്കമുള്ളതിൽ കിട്ടിയിട്ട് കേരളത്തിൽ ആഗ്രഹിക്കുന്ന കോളേജിൽ കിട്ടുമെന്ന് പറഞ്ഞ് പോകാത്തവരുണ്ട്. എന്തൊരവസ്ഥയാണ്, ദുരവസ്ഥയാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ പറയുക നിങ്ങൾ കോടതിയിൽ പോയിക്കോ എന്ന് പറയുന്നതൊക്കെ മനുഷ്യത്വരഹിതം എന്ന വാക്ക് പോലും അതിന് പോരാ. അല്ല, അതാ എനിക്ക് മനസ്സിലാകാത്ത. ഇത് എന്തൊരു അജണ്ടയാണ്. അന്നേരം തന്നെ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം വിധി വന്ന് വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായി രണ്ടാമത്തെ ലിസ്റ്റ് പുറത്തുവിടുകയാണ്. അന്നേരം ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. അതെന്തൊരു അജണ്ടയാണ്? അതിനൊരു കാരണമുണ്ട്. ഗവൺമെൻറ് വളരെ തെറ്റായ ഒരു നെറേറ്റീവ് തിരക്കഥ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കേരളം ഒന്നാമത് ആന്ന്. കേരളം ഒന്നാമതെന്നുള്ളത് തെറ്റല്ല, പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം ഒന്നാമതായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല 5 സൂചികകളിലായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണ സമ്പ്രദായം, കുടിവെള്ളം, പിന്നെ വേറെ ഒരു ഇതുകൂടുണ്ട്. ഇതിലെല്ലാം കേരളം ഒന്നാമതായിരുന്നു. അത് ക്രമാതീതമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 38% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അതിനെയല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്? അന്നേരം ഇത് കേരള സിലബസിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് മാർക്ക് കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ എന്നിട്ട് പോലും കോമ്പറ്റീറ്റീവ് അല്ലാതായി വരുന്നു. ആ കുട്ടികളോട് സഹതാപമാണ്. അവരെ പഠിപ്പിക്കുന്നതല്ല അവർക്ക് പഠിക്കാനൊക്കത്തുള്ളൂ. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം കേരള സിലബസിൽ പഠിച്ചവർക്ക് കൂടുതൽ കിട്ടി എന്ന് ഉള്ള ഒരു നിലപാടിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ വെച്ച് കളിക്കുന്നതായിരുന്നു എന്ന് പറയുന്നത്.